This is a short mythological story taken from the Ramayana. It tells us how the squirrel came to get the strips on its body. ഇത് രാമായണത്തിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഐതിഹ്യ കഥയാണ്. ഇത് എങ്ങനെയാണ് അണ്ണാനന് അതിൻ്റെ വാലിൽ അല്ലെങ്കിൽ പിൻഭാഗത്ത് ആ ഒരു വര ഉണ്ടായത് എന്ന് ചർച്ച ചെയ്യുന്നു. നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് പാരഗ്രാഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, വൊക്കാബുലറി ഗ്രാസ്പിംഗ് അല്ല. അത് നമ്മൾ വൊക്കാബ്സ് എന്ന് പറഞ്ഞൊരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വേറൊന്ന് സെൻറ്റൻസ് ഫോർമേഷൻ, സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കുന്നതല്ല, അതിൽ മീനിങ് ഫോക്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കുക. അതുകൊണ്ട് വേർഡിൻ്റെ അർത്ഥമൊന്നും പറയുന്നില്ല, ജസ്റ്റ് വായിച്ച് പോവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഇത് ഇലാബറേറ്റ് ചെയ്തിട്ട് സെൻറ്റൻസ് ഫോർമേഷനിൽ. വൺസ് ഒരിക്കൽ ലോർഡ് രാമ വിഷിംഗ് ടു ക്രോസ് ദ സീ ആസ്ക്ഡ് ഹിസ് ആർമി ഓഫ് മങ്കീസ് ടു ബിൽഡ് എ ബ്രിഡ്ജ് ഫോർ ഹിം. രാമന് ഒരു കടൽ മുറിച്ച് കിടക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തോട്, പിന്നെ കുരങ്ങന്മാരാണ് അദ്ദേഹത്തിൻ്റെ പട്ടാളം, അവരോടൊരു പാലം നിർമ്മിച്ചു കൊടുക്കാൻ പറഞ്ഞു. ദർ വാസ് എ സ്മോൾ സ്ക്വറൽ ടു, അവിടെ ഒരു ചെറിയ അണ്ണാനും കൂടി ഉണ്ടായിരുന്നു. വെൻ ഹി ഹേർഡ് അബൌട്ട് ദ ബ്രിഡ്ജ്, അദ്ദേഹം ഈ പാലത്തെക്കുറിച്ച് കേട്ടപ്പം ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ്, അവന് സഹായിക്കാൻ കരുതി. ഹി ലവ്ഡ് ലോർഡ് രാമ സോ മച്ച് ദാറ്റ് ഹി വാണ്ടഡ് ടു ഡു സംതിങ് ഫോർ ഹിം. ഈ അണ്ണാന് രാമനെ വല്ലാതെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് സ്മാൾ സൈസ് ഹി കുഡ് ക്യാരി ഓൺലി സ്മാൾ പെബിൾസ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് കെപ്റ്റ് ഡ്രോപ്പിംഗ് ദം ഇൻ ടു ദ സീ. പക്ഷേ അണ്ണാൻ വളരെ ചെറുതായതിനാൽ അദ്ദേഹത്തിൻ്റെ ചെറിയ വായിൽ ചെറിയ ചെറിയ ചിരൽക്കല്ലുകൾ എടുത്തിട്ട് കടലിലേക്ക് ഇടാനേ പറ്റിയിരുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ ചെയ്തു. വൺ ഡേ, ഒരു ദിവസം, ഹി കെയിം ഇൻ ദ പാത്ത് ഓഫ് എ ബിഗ് മങ്കി ക്യാരിങ് എ സ്റ്റോൺ. ഒരു വലിയ കുരങ്ങൻ ഒരു കല്ലായിട്ട് വരുന്ന വഴിയിൽ എന്ത് ചെയ്തു, ഈ അണ്ണാൻ പെട്ടു. ഇൻ ഓർഡർ ടു സേവ് ഹിം ദ മങ്കി ഹാഡ് ടു മൂവ് ടു വൺ സൈഡ് ആൻഡ് നിയർലി ട്രിപ്പ്ഡ്. ഈ അണ്ണാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കുരങ്ങനെ ഒരു സൈഡിലേക്ക് മാറേണ്ടി വന്നു. ആൻഡ് ഹി വാസ് ആംഗ്രി ആൻഡ് ആസ്ക്ഡ് ദ സ്ക്വറൽ വാട്ട് ഹി വാസ് ഡൂയിങ് ദർ. അങ്ങനെ ഈ കുരങ്ങനെ ദേഷ്യം പിടിച്ചു, അണ്ണാനോട് ചോദിച്ചു, എന്തായിരുന്നു നീ അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഹി ഹേർഡ് ദ സ്ക്വറൽസ് ആൻസർ. അപ്പോൾ സ്ക്വറലിൻ്റെ മറുപടി കേട്ടപ്പോൾ ഹി ടോൾഡ് ഹിം ദാറ്റ് ഹിസ് എഫോർട്ട് വർ യൂസ്ലെസ്. അതായത് പിന്നെ അണ്ണാൻ പറഞ്ഞത്, ഞാൻ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പെബിൾസ് കൊണ്ടിടുന്നതാണ്, അപ്പോൾ നിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയാണ്, കാര്യമില്ല എന്ന് പറഞ്ഞു, യൂസ്ലെസ് ആണെന്ന് പറഞ്ഞു. ബട്ട് ദ സ്ക്വറൽ അൺമൈൻഡ്ഫുൾ ഓഫ് ദ മങ്കീസ് റിമാർക്സ്. അണ്ണാനും മങ്കി പറഞ്ഞതൊന്നും കാര്യമാക്കിയില്ല. കണ്ടിന്യൂ ടു ക്യാരി ദ പെബിൾസ്. അണ്ണാൻ എന്ത് ചെയ്തു, ചെറിയ ചെറിയ ചിരക്കല്ലുകൾ വായിലെടുത്തുകൊണ്ട് കടലിൽ കൊണ്ടിടാൻ തുടങ്ങി. വൺ ഡേ അനദർ മങ്കി സോ ഹിം. ഒരു ദിവസം വേറൊരു കുരങ്ങൻ ഈ അണ്ണാനെ കണ്ടു. ഹി വാസ് സോ അനോയ്ഡ് ദാറ്റ് ഹി ലിഫ്റ്റഡ് ദ സ്ക്വറൽ ഇൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് ത്രൂ ഹിം എവേ. ആ കുരങ്ങനെ അണ്ണാനെ കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അണ്ണാനെ തൂക്കിയെടുത്തിട്ട് വലിച്ചെറിഞ്ഞു. ദ സ്ക്വറൽ ലാൻഡഡ് ഇൻ ലോർഡ് രാമാസ് ഹാൻഡ്. ഈ അണ്ണാന് രാമൻ്റെ കയ്യിലാണ് നേരെ ചെന്ന് വീണത്. ലോർഡ് രാമ വാസ് ടച്ച്ഡ് ബൈ ഹിസ് ലവ് ഫോർ ഹിം. ആ രാമ സ്നേഹത്തോടെ അണ്ണാനെ തലോടി. He stroked him gently on the back and put him aside. Just അണ്ണാൻ്റെ ബാക്കിലൊന്നും ഇങ്ങനെ ഒരു അടിച്ചു. The loving strokes of his fingers left a permanent mark on squirrel's body in the form of strips. അങ്ങനെ ആ ഒരു രാമൻ്റെ സ്നേഹത്തോടുള്ള ആ ഒരു തട്ട്, അത് അണ്ണാൻ്റെ ശരീരത്തിലുള്ള ആ ഒരു സ്ട്രൈപ്സ് വരയായി രൂപാന്തരപ്പെട്ടു എന്നൊക്കെയാണ് ഈ മിത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ് സെൻറ്റൻസ് ഫോർമേഷനിൽ കോണ്ടിബനെ കുറിച്ചിട്ട്. അതിൻ്റെ ടെക്സ്റ്റാണ് പറയുന്നത്. കോണ്ടിബ ഗെയ്ക്വാഡ്. കോണ്ടിബ എന്ന് പറഞ്ഞാൽ എ ബ്ലൈൻഡ് മാൻ, കണ്ണ് കാണാത്ത ആളാണ്. ഹാഡ് ടു ലീവ് ഹിസ് ഹോം ഇൻ ഔറംഗാബാദ് ആൻഡ് കം ടു മുംബൈ ഇൻ സെർച്ച് ഓഫ് വർക്ക്. ഔറംഗാബാദിലെ തൻ്റെ നാട് വിട്ടിട്ട് മുംബൈയിൽ ജോലി ആവശ്യാർത്ഥം വരേണ്ടതുണ്ടായിരുന്നു. ഈ ലിവ്ഡ് ഇൻ എ ലാർജ് സ്ലം കോളനി ഇൻ ഗദ്കോപ്പർ വിത്ത് അനദർ ഫാമിലി.
അദ്ദേഹം ഒരു വലിയ ചേരിയിലാണ് താമസിച്ചിരുന്നത്. ഇൻ ദ സ്ലം ദർ വാസ് എൻ ഓപ്പൺ വെൽ വിച്ച് വാസ് അൺസേഫ് ആസ് ഇറ്റ് ഹാഡ് നോ വാൾസ്. ആ ഒരു ചേരിയിൽ ഒരു തുറന്ന കിണറുണ്ടായിരുന്നു, അതത്ര സേഫ് അല്ലായിരുന്നു, മാത്രമല്ല അതിന് ചുമരുകളില്ലായിരുന്നു. ദ വെൽ ഹാഡ് ഗ്രാജുവലി വൈഡൻഡ് ആസ് ദ സോയിൽ ആൻഡ് റോക്സ് ഓൺ ദ സൈഡ്സ് ഹാഡ് ഫാളൻ ഇൻ ടു ഇറ്റ്. സൈഡിൽ നിന്ന് മറ്റേ മണലും കല്ലൊക്കെ അതിലേക്ക് വീണുകൊണ്ട് ഈ കിണറൊന്നും കൂടി ഒന്ന് വൈഡായി, വിശാലായി. ദിസ് ഹാഡ് മെയ്ഡ് ദ വാട്ടർ മഡി. അതുകൊണ്ട് തന്നെ എന്തായി, കിണറിലെ വെള്ളമൊക്കെ ചളി വെള്ളമായി. വൺ ഡേ വെൻ കോണ്ടിബ റിട്ടേൺ ഹോം ആൻഡ് വാസ് അബൌട്ട് ടു ഹാവ് ഹിസ് മീൽ. ഒരു ദിവസം കോണ്ടിബ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. ഹി ഹാഡ് എ വുമൺസ് ക്രൈ. ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. സമൺ ഹാഡ് ഫാളൻ ഇൻ ടു ദ വാൾ. ആരോ കിണറിൽ വീണിട്ടുണ്ട്. കോണ്ടിബ വെൻ ടു ദ വെൽ ആൻഡ് ജംപ്ഡ് ഇൻ ടു സേവ് ദ ബോയ് നെയിംഡ് അരവിന്ദ്. അരവിന്ദ് പേരുള്ള ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോണ്ടിബ കടലിലേക്ക് എന്ത് ചെയ്തു, ചാടി. ഹാവിംഗ് ബീൻ എ സ്വിമ്മർ ആസ് എ യങ് ബോയ് he tried his best to search the boy, but weak due to poverty he had to come to the surface again and again to take his breath. അതായത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കിണറിലേക്ക് ചാടി. പക്ഷേ ദാരിദ്ര്യമൊക്കെ കാരണം കുട്ടി അയാൾക്ക് അത്ര ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങി വീണ്ടും പൊങ്ങി വീണ്ടും അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഓരോ തവണ ഈച്ച് ടൈം ഹീ കെയിം അപ്പ് ഹീ ഫെൽറ്റ് മോർ ടയേർഡ് ആൻഡ് വീക്ക്. ഓരോ തവണ അങ്ങനെ മുങ്ങി ചെയ്യുമ്പോൾ അയാളെന്ത് ചെയ്ത് വല്ലാതെ ക്ഷീണിതനായി. ദ പീപ്പിൾ വർ ഡിസപ്പോയിൻറ്റഡ് എവറി ടൈം കൊണ്ടിബ കെയിം ഔട്ട് വിത്തൗട്ട് അരവിന്ദ്. ഓരോ തവണയും ഈ കൊണ്ടിബ അങ്ങനെ മുങ്ങിയിട്ട് അരവിന്ദിനെ കിട്ടാതെ തിരിച്ചു വരുമ്പോൾ ആളുകളൊക്കെ വല്ലാതെ അസ്വസ്ഥരായി. കൊണ്ടിബ ഡൈവ്ഡ് അഗെയിൻ വിത്ത് ഫുൾ സ്ട്രെങ്ത്. അങ്ങനെ പൂർവാധിക ശക്തിയോടുകൂടി എന്ത് ചെയ്തു, വീണ്ടും മുങ്ങി. വിഷിങ് ഹി വാസ് നോട്ട് ബ്ലൈൻഡ്. അയാൾ ബ്ലൈൻഡ് അല്ലാന്ന് തന്നെ വിചാരിച്ചുകൊണ്ട്. ആൾത്തോ ഹി വാസ് വെരി ടയേർഡ്. വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നെങ്കിലും ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അയാൾ ആ ശ്രമം ഉപേക്ഷിച്ചില്ല. ദിസ് ടൈം ഹി ഫെൽറ്റ് ദ ക്ലോസ് ഓഫ് അരവിന്ദ് അഗെയിൻ ഹിസ് ഹാൻഡ്. അപ്പോൾ കൈക്ക് എതിരെ കയ്യിൽ അരവിന്ദിൻ്റെ ഷർട്ട് അല്ലെ ബനിയൻ ടച്ച് ചെയ്തു. ഹി കോട്ട് ഹോൾഡ് ഓഫ് അരവിന്ദ്സ് ബെൽറ്റ് ആൻഡ് ബ്രോട്ട് ഹിം ഔട്ട്. അങ്ങനെ അരവിന്ദിൻ്റെ ബെൽറ്റ് പിടിച്ചിട്ട് അരവിന്ദിനെ പുറത്തിട്ടു. അരവിന്ദ് വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് കോണ്ടിബ വെൻ ബാക്ക് ഹോം ടു ഫിനിഷ് ഹിസ് മീൽ. അരവിന്ദിനെ ആശുപത്രി കൊണ്ടുപോയി കോണ്ടിബ തിരിച്ച് ഭക്ഷണം വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പീപ്പിൾ ഹേർഡ് ദ ബ്രേവ് ആക്ട് ഓഫ് കോണ്ടിബ ആൻഡ് റിവാർഡഡ് ഹിം. ആളുകൾ ഈ ധീരമായ കോണ്ടിബയുടെ പ്രവൃത്തി കണ്ടിട്ട് അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. കോണ്ടിബ വെൻ ബാക്ക് ടു ഹിസ് വില്ലേജ്, ഗോട്ട് മാരീഡ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് എ സ്മോൾ ബിസിനസ്. കോണ്ടിബ തൻ്റെ നാട്ടിലേക്ക് പോയി വിവാഹം കഴിച്ചു. അങ്ങനെ ചെറിയൊരു ബിസിനസ് തുടങ്ങി. ദ ബെഗർ ഹു ഹേറ്റഡ് ബെഗിങ് വുഡ് നെവർ ഹാവ് ടു ബെഗ് അഗെയിൻ. അതായത് യാചന വെറുത്ത ഒരു യാചകന് പിന്നീട് ഒരിക്കലും യാചിക്കേണ്ടി വരില്ല. ബ്രേവറി ആൻഡ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ചേഞ്ച് ലൈഫ് ഫോർ ദ ബെറ്റർ. ആ ഒരു സംഭവം, ആ ഒരു ധീരതയും ശക്തമായ തീരുമാനങ്ങളൊക്കെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തി. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. ഇനി നെക്സ്റ്റ് വേറൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നാച്ചർ ക്യാൻ ബി ഫെൽറ്റ് ആൻഡ് ട്രീസ് ക്യാൻ ബി സീൻ എവറിവെയർ. പ്രകൃതി നമുക്ക് എല്ലാ സ്ഥലത്തും അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മരങ്ങൾ എല്ലായിടത്തും കാണാൻ പറ്റും. വൺ ക്യാൻ സീ ടോൾ ട്രീസ് ഇൻ ഫോറസ്റ്റ്, വില്ലേജ് ആൻഡ് മൗണ്ടൈൻസ്. ഒരാൾക്ക് നീളമുള്ള മരങ്ങൾ കാട്ടിലും നാട്ടിലും പർവ്വതങ്ങളിലും സ്ലോപ്പിലൊക്കെ കാണാൻ പറ്റും. The poet says that the tall trees have their feet in the ground and their heads in the sky. നീളമുള്ള മരങ്ങൾക്ക് അവരുടെ കാലുകൾ ഭൂമിയിലാണ്, അതേസമയം തലകളൊക്കെ ആകാശത്താണ്. They see the clouds passing by. ആകാശത്തൂടെ കടന്ന് പാസ് ചെയ്യുന്ന മേഘങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. This shows that the trees are really tall. ഇത് ഈ മരങ്ങളൊക്കെ നീളമുള്ളതാണെന്ന് അറിയിക്കുന്നു. In the evening, വൈകുന്നേരം, the sky darkens and the birds move to their homes in the trees for safety. വൈകുന്നേരം ആകാശമൊക്കെ ഇരുൾ പറ്റുകയും പക്ഷികളൊക്കെ അവരുടെ ചില്ലകളിലേക്ക് സുരക്ഷിതത്തിന് വേണ്ടി ചേക്കേറുകയും ചെയ്യുന്നു. During the night and by the light of the moon, രാത്രിയിൽ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ the trees stay awake to keep a watch over the world as it sleeps. ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരൊക്കെ ഉറങ്ങുമ്പോൾ ചന്ദ്രൻ്റെ നിലാവിൽ മരങ്ങൾ ജസ്റ്റ് ഈ ലോകത്തെ നന്നായിട്ട് കണ്ട് ആസ്വദിക്കുന്നു.
The poet compares noble people to tall trees because they have a noble character which distinguishes them from common people. ഈ കവി മാന്യന്മാരായ ഉന്നതരായ മനുഷ്യരെ ഉയരമുള്ള മരവുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു ഉന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവമുണ്ട്. അത് അവരെ സാധാരണക്കാരിൽ നിന്ന് എന്താക്കുന്നു, വേർതിരിക്കുന്നു, വ്യത്യസ്തമാക്കുന്നു. They are rooted in the soil like trees. അവർ മണ്ണിൽ എങ്ങനെയാണോ മരങ്ങൾ ആയത്തിൽ പതിഞ്ഞത് അതുപോലെ യാണ്. ഇറ്റ് മീൻസ് ദേ ആർ ഹംബിൾ. അതായത് അവർ അത്രത്തോളം താഴ്മയുള്ളവരാണ്, വിനയമുള്ളവരാണ്. ആൻഡ് ജസ്റ്റ് ആസ് ട്രീസ് പ്രൊവൈഡ് എ കെയറിങ് ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ് ടു സം ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അതേപോലെ തന്നെ മരങ്ങൾ ചില മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ തണൽ കൊടുക്കുന്ന പോലെ ഗുഡ് പീപ്പിൾ, നല്ല ആളുകൾ, ആൾസോ ഷോ കെയർ ആൻഡ് കൺസേൺ. ആളുകൾ എന്ത് ചെയ്യുന്നു, ശ്രദ്ധയും അവരുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേക പരിഗണനയും കൊടുക്കും. ഫോർ വി ക്യാൻ പ്രൊട്ടക്റ്റ് ദം. ദുർബലരായ ആളുകളെ അവർ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ.